ഈ ചെടിയെ മനസ്സിലായി കാണുമല്ലോ, ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക, കർപ്പൂരവല്ലി എന്നൊക്കെ പേരുള്ള നമ്മുടെ കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ചെടിയാണിത്. അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഒരു കൊണ്ട ഒടിച്ച് വെച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ചെടിയാണ് ഇവനെ. കുട്ടികളുള്ള വീട്ടിലെ അമ്മമാർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളൊരു മരുന്ന് കൂടിയാണ് നമ്മുടെ ഞവര. എങ്ങനെയാണെന്നല്ലേ, പനി, ചുമ, ജലദോഷം, ശ്വാസം മുട്ടലൊക്കെ ഒഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടാവില്ല കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച്. രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞ്, വിശപ്പൊക്കെ കുറഞ്ഞ്, ആകെ മൊത്തം പലതരം ബുദ്ധിമുട്ടുകളോടെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നിശ്ചയമായിട്ടും കാണേണ്ട ഒരു ഔഷധ സസ്യം കൂടെയാണ് ഈ പനിക്കൂർക്ക അഥവാ ഞവര എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ പനിക്കൂർക്ക ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ. പനിക്കൂർക്കയുടെ ഇലയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരിക്കും സമൂലമായിട്ടും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇല തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യോഗ്യമായിട്ടുള്ളത്. ഇലയെന്ന് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് തേന്, ഒന്നുകിൽ കുരുമുളക് ചേർക്കാം, അല്ലെങ്കിൽ താലീസപത്രാദി പോലുള്ള നമ്മുടെ ആയുർവേദ ഔഷധയോഗങ്ങൾ ചേർത്ത് നമുക്ക് കൊടുക്കാം. ചില ആയുർവേദ മരുന്നുകൾക്ക്, പ്രത്യേകിച്ച് ഗുളികകൾക്ക് നമുക്ക് അനുപാനമായിട്ട്, അതായത് കൂടെ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഞവരയില പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഷായം വെച്ച് കഴിക്കാനോ, അതല്ലെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനോ, ഇലകളിട്ട് ആവി പിടിക്കാനോ ഒക്കെ നമുക്ക് ഈ ചെടിയുടെ ഇല വളരെ ഉപയോഗപ്രദമായിട്ട് വരുന്നു. അതിനുള്ളൊരു എസൻഷ്യൽ ഓയിലാണ് ശരിക്കും ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അത് എക്സ്പെക്ടറൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. എക്സ്പെക്ടറൻ്റ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച കഫം അതിനെ ഇളക്കി പുറന്തള്ളാനുള്ളൊരു ശേഷി ഈ ചെടിയുടെ എസൻഷ്യൽ ഓയിലിനുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്, നീർക്കെട്ടിനെ കുറയ്ക്കാനുള്ള ശേഷിയുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ രോഗാവസ്ഥയെ ഒന്ന് തണുപ്പിച്ച് നമ്മുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ചെടിയുടെ ഗുണമേന്മകൾ അറിയുക. കിട്ടാവുന്നിടത്തെല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഞെട്ടെങ്കിലും ഒടിച്ച് വെച്ച് നമ്മുടെ